പലതരത്തിൽ ആൾക്കാർ കുഴിയപ്പം ഉണ്ടാക്കും. ഇവിടെ ഉണ്ടാക്കുന്നത് 1 കിലോ റവ, അതിന് 1 കിലോ മൈദ, 1 കിലോ ശർക്കര എന്ന കണക്കിനാണ്. 2 നാളികേരം, ഇടത്തരം നാളികേരം. പിന്നെ അതിൽ കൊത്തിയെടുത്ത് ചെറുതാക്കി കൊത്തി എരിഞ്ഞെടുത്ത് വറുത്ത് കിടാം. അതിലവസാനം എള്ളും ഇടുമ്പോൾ വറക്കും. അവസാനം എള്ളും വറുത്തിടും. 2 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 1 കിലോ ശർക്കര ഉരുക്കി അത് നല്ലോണം തിളപ്പിച്ച് അതിൻ്റെ കല്ല് അരിച്ച് മാറ്റുക. എന്നിട്ട് തണുക്കുന്നു. 2 മീഡിയം നാളികേരം എടുക്കുക. ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചിരകുമ്പോൾ കൊത്തു വീഴാതെ കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളത്തിലിടാം കുറച്ച് നേരം. പാനി ചൂടാറിയതിന് ശേഷം റവയും ചൂടാറിയതിന് ശേഷം രണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. റവ കുതിരാൻ വേണ്ടിയാണ് ഇട്ട് വയ്ക്കുന്നത്. റവ നല്ലോണം കുതിരണം, അതിൻ്റെ ടേസ്റ്റ് വരണം. മൈദ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് കുഴിയപ്പം ഉണ്ടാക്കാൻ പോകുന്നതിനേക്കാളും ഒരു 2 മണിക്കൂർ മുമ്പ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഏകദേശം 10 മണിക്കൂറോളം നമ്മളിങ്ങനെ കുതിർത്തി വയ്ക്കും. 2 നാളികേരം ചിരണ്ടി വറുത്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ മിക്സിൽ ചേർക്കാം. ഒന്നിൽ ചിരണ്ടി എടുക്കാം, അല്ലെങ്കിൽ ആ 2 നാളികേരം കൊത്തായിട്ട് ചെറിയ കൊത്തായിട്ടും ഇടാം, നിങ്ങളുടെ ഇഷ്ടം. അതിനൊപ്പം തന്നെ ഒരു 100 ഗ്രാമോളം എള്ളും കൂടി ചേർക്കുക. നാളികേരം വറുത്ത് അവസാന ഭാഗമാകുമ്പോൾ നമുക്ക് എള്ളും കൂടി ചേർത്ത് കൂടെ വറക്കാം. ഈ ഭാഗമാകുമ്പോൾ നമുക്ക് ഇതിൽ എള്ളും കൂടി ഇട്ട് വറക്കാം. ഇറക്കി വെക്കാറായി. ഒരു 25ഓളം ഏലക്ക എടുക്കുക. അതിൻ്റെ കുരു മാത്രമാക്കി എടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ആ ഏലക്കായുടെ കുരു പൊടിച്ചെടുത്താണിത്. ഇതും നമുക്ക് നമ്മുടെ മിക്സിൽ ചേർക്കാം. 1 കിലോ മൈദയും കൂടി ഏകദേശം നമ്മുടെ റവ മുക്കി വെച്ചതിന് ശേഷം ഏകദേശം ഒരു 8 മണിക്കൂറായി. അപ്പോൾ അതിൽ നമ്മൾ മൈദ ചേർക്കുന്നു, നമ്മുടെ വറുത്ത് വെച്ച നാളികേരം ചേർക്കുന്നു, നാളികേരവും വെള്ളം വറുത്ത് വെച്ച് ചേർക്കുന്നു. ഇത് 3 പപ്പടം നമ്മൾ ശർക്കരയിൽ കുതിർത്തി വെച്ചതാണ്. നമുക്ക് മിക്സിയിൽ അടിച്ച് ചേർക്കാം. ഇത് നമ്മുടെ ഉണ്ണിയപ്പം പൊന്തി വിടാൻ, നല്ല പശുവാണ് പൊന്തി വിടാൻ സഹായിക്കുന്നതാണ്. പപ്പടം അടിച്ചും ചേർക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ ഏലക്കാപ്പൊടിയും ചേർക്കാം. ഏലക്കപ്പൊടി അവസാനം ചേർത്താലും മതി, വെള്ളം കണക്കിനനുസരിച്ച്. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്യാം. വെള്ളം കുറവ് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി ഒഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റി ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഒരു ശർക്കര ഇട്ട് അത് തിളപ്പിച്ച് ആറ്റിയ വെള്ളം നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ഇതിന് വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ഈ പറഞ്ഞ തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർക്കാവുന്നതാണ്. നേരിട്ട് പച്ചവെള്ളം ഒഴിക്കരുത്. ഓക്കെ,
ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് അലിയിച്ചെടുക്കുക. ഉപ്പ് കലക്കി വെച്ച ഉപ്പ് വെള്ളത്തിൽ കലക്കി വെച്ച ഉപ്പ് ആവശ്യത്തിന് നമ്മുടെ രുചിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. ഉപ്പൊട്ടും കൂടണ്ട. വെള്ളം പാകമായതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായൻ്റെ കുരുവിൻ്റെ പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. വരാൻ നല്ലതാണ്. നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതിനൊപ്പം പാളയങ്കോടൻ പഴം കൂടി നമുക്ക് ഉടച്ച് ചേർക്കാവുന്നതാണ്. മിക്സിയിലടിച്ച് ചേർക്കാം. അപ്പോൾ അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരും. പക്ഷേ അതിനുള്ള കുഴപ്പം കൂടുതൽ നാളിരിക്കില്ല, പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പാളയങ്കോടൻ പഴം ഒരു 2-3 ദിവസത്തിനുള്ളിൽ തിന്ന് കഴിയുന്നതാണെങ്കിൽ ഒരു 5-6 ചേർക്കാം. ഒരു 5-6 പറഞ്ഞാൽ 1/2 കിലോ പഴം നമ്മുടെ കണക്കിന് 1 കിലോ മൈദ, 1 റവ, 1 കിലോ ശർക്കരയ്ക്ക് ചേർക്കാം. 1/2 കിലോ പാളയങ്കോടൻ പഴം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി തുടങ്ങുക. ഓക്കെ, അതുവരെ നമുക്ക് വീണ്ടും വെയിറ്റ് ചെയ്യാം. വെള്ളം വേണമെന്ന് നമ്മൾ നോക്കുകയാണ്, ടെസ്റ്റ് ചെയ്യാണ്. കുറച്ച് കുറവായിട്ടാണ് തോന്നണേ. നമ്മൾ കലക്കി വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് എല്ലാം കലക്കി യോജിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കുഴിയപ്പം ഉണ്ടാക്കാനുള്ള പാകമാണ് നോക്കുന്നത്. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ചാറ്റിയ വെള്ളം ചേർത്ത് കൊടുത്തു. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്, അത് നമ്മുടെ കുഴിയപ്പം ശരിയാവില്ല. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ചേർക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ആവശ്യമുള്ള ഒരു പാകമായിട്ടുണ്ട്. ഇതാണ് ഇതിൽ മെയിൻ നോക്കേണ്ടത്. വെള്ളം കൂടാനും പാടില്ല, വെള്ളം കുറയാനും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ചട്ടിയിൽ ഒഴിച്ച് നോക്കാം. ആവശ്യമുള്ള ഒഴിക്കാനുള്ള ചെറിയ പാത്രത്തിലേക്ക് പകർത്തുക. നമുക്ക് താങ്ങുറയ്ക്കുന്ന, നമുക്ക് എടുത്താൽ പൊന്തുന്നത് മാത്രം ഇതിലേക്ക് മാറ്റുക. കുഴിയപ്പ ചട്ടിയും നമ്മുടെ വേവിക്കാനുള്ള ചട്ടിയും അടുപ്പത്ത് കയറിയിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. കുഴിയപ്പ ചട്ടിയും വേവിക്കാനുള്ള ചട്ടിയും രണ്ടും റെഡി ആയിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിപ്പോൾ എന്നിട്ട് വെള്ളപ്പൊക്കം ചട്ടിയിലേക്ക് ഇങ്ങനെ കോരി വയ്ക്കുക. അത് വെച്ചെടുക്കാൻ പറ്റില്ലല്ലോ, മറ്റേ ഓടിന് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. വലിയ പാത്രം ചെയ്യാനുണ്ട് ആണ് ചെയ്യുന്നത്. ഒറ്റപ്പിടിയല്ല മുരുമുരുക്ക്. അപ്പോൾ അത് ഒരു
ടേസ്റ്റ് വ്യത്യാസം. ഗോൾഡൻ കളറായെങ്കിൽ കോരിയെടുക്കുക. കൂടുതലുണ്ടെങ്കിൽ ഒരു തീ കിട്ടോ ഇതിൽ വെച്ചാ. നമ്മുടെ ടേസ്റ്റി കുഴിയപ്പം റെഡി. ഉണ്ടോ? സ്പോഞ്ച് പോലെയാണ് നിങ്ങൾ. Enjoy.